നെയ്മർ അൽ ഹിലാൽ വിട്ടു, സാന്റോസിലെത്തി. ഇപ്പോഴും നെയ്മറിൻ്റെ അൽ ഹിലാലിലെ സാലറി അല്ലെങ്കിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള തുകയുടെ കണക്കുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷനുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. കാരണം അദ്ദേഹം അൽ ഹിലാലിലെത്തിയിട്ട് ഒക്കെ പരിക്കിന് പിടിയിലായിട്ട് കളിച്ചിട്ട് തന്നെ ഇല്ല. ആകെ കുറച്ച് മത്സരങ്ങളാണ് കളിച്ചത്. ആ ഒരു മത്സരത്തിന് അദ്ദേഹം പേടിച്ചിട്ടുള്ള തുക ഇത്രയാണ് അത്രയാണ്, അല്ലെങ്കിൽ അത് കോടികളെ കണക്കുകളൊക്കെ പോയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലൊക്കെ പ്രത്യേകിച്ചൊക്കെ അതിൻ്റെ പോസ്റ്റുകൾ 120 കോടി രൂപ വീതമാണ് ഓരോ കളിക്കും നെയ്മർ ഈടാക്കിയത് അൽ ഹിലാലിൽ നിന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ. ഒരു കളിക്ക് 120 കോടി രൂപ. ഇപ്പോൾ അൽ ഹിലാലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹെഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയ്മർ ഇവിടുന്ന് പണം വാരിങ്ങാണ്ട് പോകുന്നല്ല അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നല്ല, അദ്ദേഹത്തിൻ്റെ പൈസ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്, അദ്ദേഹം കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ളതൊക്കെ അൽ ഹിലാലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹെഡ് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് ചർച്ചകളുണ്ട്, നെയ്മർ പണം കൊണ്ട് പോയി അല്ലെങ്കിൽ പ്രവാസ ജീവിതത്തിലേക്ക് പോയിട്ട് രക്ഷപ്പെട്ട ഏതൊരു പ്രവാസിയാണ് നെയ്മർ. അങ്ങനെ എന്തെല്ലാം പ്രവാസി എന്നുള്ള രൂപേണയാണ്, സൗദി അറേബ്യയിലാണല്ലോ അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് ആ രൂപയാണ് ഒരുപാട് ട്രോളുകൾ നെയ്മർ ഏറ്റുവാങ്ങുന്നുണ്ട്, പ്രവാസി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും അൽ ഹിലാലിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹെഡ് തന്നെ ഇപ്പോൾ പറഞ്ഞു, നെയ്മർ കൊണ്ട് പണം വാരിയിട്ട് പോകുന്നല്ല, എടുത്തുകൊണ്ട് പോകുന്നല്ല, അദ്ദേഹത്തിൻ്റെ പൈസ ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ബാല്യകാല ക്ലബിലേക്ക് പോകുന്നത് എന്നൊക്കെ. ഏതായാലും ഇപ്പോൾ നെയ്മർ അദ്ദേഹം സാന്റോസിൽ എത്തി. ഇനി അദ്ദേഹത്തെ ഫുട്ബോൾ ലോകം അറിഞ്ഞ ആ കാലഘട്ടത്തിലേക്ക്, അതായത് സാന്റോസിലെ മികച്ച പ്രകടനം കൊണ്ടാണ് അദ്ദേഹം, ബ്രസീലിലെ സ്റ്റാർട്ടിങ് ടൈമിലെ മികച്ച പ്രകടനം കൊണ്ടാണ് അദ്ദേഹം ബാഴ്സയിലൊക്കെ എത്തിയത്. ആ ഒരു കരിയറിലെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. തിരിച്ചു കിട്ടട്ടെ നമുക്ക് ആ പഴയ നെയ്മറെ, പരിക്കുകളൊന്നും ഇല്ലാതെ കളം നിറഞ്ഞ് കളിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവരും. കാരണം ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മത്സര ശൈലി അല്ലെങ്കിൽ ആ ഒരു നമുക്കെല്ലാവരും കണ്ടിരുന്നു പോകുന്ന ആ ഒരു മത്സരം നമുക്ക് ഒരുപാട് മിസ് ചെയ്തു. ഇനി അങ്ങനെ സംഭവങ്ങൾ ഇല്ലാതിരിക്കട്ടെ, സ്ഥിരമായിട്ട് കളത്തിൽ കളിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.